ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഇതിനൊരു മിഡ് RPM ഇടിച്ച് പോകാനാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ പെർഫോമൻസിനൊന്നും ഒരു കുറവുമില്ല. ലൈക്ക് കൈ കൊടുക്കുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാനും ഈ ഒരു ബൈക്കിന് അറിയാം. ഹലോ റാപ്സോലിയ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ 250cc സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദി അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിളാണ്. കാണാലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളതാണ് ദ ബജാജ് പൾസർ N250. ലിറ്ററലി ഈ ഒരു ബൈക്ക് ഒരു ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് തന്നെയാണ്. ബ്യൂട്ടി എന്ന് പറയുന്നതിൻ്റെ പെർഫോമൻസും കംഫർട്ട് സൈഡൊക്കെ തന്നെയാണ്. ബീസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെ, ലുക്സ് തന്നെ നോക്കിക്കോ, ഒരു കംപ്ലീറ്റ് ബ്രൂട്ടൽ ലുക്കല്ലേ നമുക്ക് ഈ ഒരു ബജാജിൻ്റെ പൾസർ N250 വരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു ബ്യൂട്ടി ആൻഡ് ബീസ്റ്റിനെ പരിചയപ്പെട്ടാലോ. നമുക്ക് പെയിൻറ്റ് സ്കീമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഗ്ലോസി റെഡ് പെയിൻറ്റ് ഫിനിഷാണ് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ബൈക്കിൻ്റെ പെയിൻറ്റ് സ്കീം വരുന്നത്. ഇത് കൂടാതെ വേറെ പെയിൻറ്റ് സ്കീംസൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റിക്കർ വൈസ് കാണാമല്ലോ, സൈഡിലായിട്ട് നമുക്ക് 250 എന്നുള്ള ഒരു സ്റ്റിക്കറിങ് വരുന്നുണ്ട്. റിയർ സൈഡ് നമുക്ക് N250 എന്ന് പറയുന്ന ആ സ്റ്റിക്കറിങ് തരുന്നുണ്ട്. സ്റ്റിക്കർ വൈസ് കുറച്ചുകൂടി മിനിമലിസ്റ്റിക് സൈഡ് പിടിക്കുക എന്നുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട്. പക്ഷേ ഇപ്പോഴും കാണാനൊക്കെ ഒരു രക്ഷയില്ല, കിടിലൻ ലുക്സ് തന്നെയാണ്. പിന്നെ നമുക്ക് സൈഡ് താഴെയായിട്ട് നമുക്ക് അണ്ടർ ബെഡി പാനൽസ് വരുന്നുണ്ട്. അവിടെയും നല്ല ഷാർപ്പ് ഡിസൈൻസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ബ്രൂട്ടാലിറ്റി ഇപ്പോഴും അവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കാം. ദ മേജർ തിങ്, നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രൂട്ടൽ ലുക്കിംഗ് ആയിട്ടുള്ള DRL വരുന്നുണ്ട്. ഇത് ഇറക്കിയ ടൈമിലേക്ക് MT കോപ്പി അടിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ലൊരു ബ്രൂട്ടൽ ലുക്ക് തരുന്നുണ്ട് MT കാട്ടിയേക്ക്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ ആ ഒരു പ്രൊജക്റ്റ് LED ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. നൈറ്റ് ടൈമൊക്കെ ഡീസൻ്റ് ആയിട്ടുള്ള വിസിബിലിറ്റി ഈ ഒരു പ്രൊജക്റ്റ് ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. ഹൈ ബീമും ലോ ബീമും എല്ലാം തന്നെ ആ ഒരു പ്രൊജക്റ്റ് ഹെഡ്ലാംപ്സിലാണ്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ പൾസർ 125 ക്ലാസിക് 125 കണ്ടുന്ന സെയിം ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മുടെ ഈ ഒരു N125 വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് റിയർ സൈഡ് ചെക്കൗട്ട് ചെയ്യാം. റിയർ സൈഡ് നമ്മുടെ NS കണ്ടുവന്ന ആ ഒരു ടെയിൽ ലൈറ്റ്സാണ്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഒരു ടെയിൽ ലൈറ്റ്സ് LED തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു ക്വാളിറ്റി ആൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു റിയർ ടെയിൽ ലൈറ്റ്സിലും. പിന്നെ സീറ്റ്സ് കാണാമല്ലോ, സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ്. പാഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴത്തെ പോലും തന്നെയാണ്. റൈഡറിനാണ് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് പാഡിങ് നമ്മുടെ പില്ലിനെ കാട്ടി. അതുകൊണ്ട് തന്നെ കംഫർട്ട് സൈഡ് നോക്കുമ്പോൾ റൈഡറിനാണ് ഡെഫിനറ്റ്ലി കുറച്ചുകൂടി നല്ല കംഫർട്ടും കിട്ടുന്നത്. നമുക്ക് ബൈക്കിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ സീറ്റ് ഹൈറ്റൊക്കെ നോക്കാം കേട്ടോ. സീറ്റ് ഹൈറ്റ് വരുന്നത് 795 mm ആണ്. ഞാൻ 5'8" ആണ്. എനിക്ക് രണ്ട് സൈഡും ഈസി ആയിട്ട് പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 5'7", 5'6" അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കും ഓൾമോസ്റ്റ് ലൈക്ക് പ്ലാന്റഡ് ഫുഡൊക്കെ കിട്ടുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു ടിപ്റ്റോ എങ്കിലും വരും. അതുകൊണ്ട് ആ ഒരു സൈഡൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ സ്വിച്ചസ് നോക്കിയാലോ. നമ്മുടെ പൾസർ ക്ലാസിക് 125 കണ്ടുവന്ന സിമിലർ സ്വിച്ചസൊക്കെയാണ്. നമുക്ക് പാസ്, ബ്രൈറ്റ്, ടിം എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ ഒരു സിംഗിൾ സ്വിച്ചിൽ വരുന്നുണ്ട്. ഇത് മോഡ് ബട്ടണാണ്. പിന്നെ താഴെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കിൽ സ്വിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഫെസിലിറ്റി, ഹെഡ്ലൈറ്റ് ഫംഗ്ഷനാലിറ്റിയാണ്. ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ താഴെ ഇഗ്നിഷൻ, അതൊക്കെ തന്നെയാണ് നമുക്ക് സ്വിച്ച് സൈഡ് വരുന്നത്. പിന്നെ അതാ ഇവിടെ നമുക്ക് സെൻട്രലായിട്ട് ഓപ്പൺ ആവും. കമോൺ, ഒരു ടൈപ്പ് എയുടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൈഡിങ് ടൈമിലേക്ക് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അന്ന് വെച്ച് ഉപയോഗിക്കണമെന്ന് പറയത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുമ്പോൾ പിന്നെ കീസ് ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ N250 വരുന്ന കീസ് ഇതാണ്. ഓക്കെ, ബജാജിൻ്റെ ഒരു ലോഗോ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. വേറെ കൊള്ളാം, കാണാനായിട്ട് ഒരു പ്രത്യേക ഷേപ്പാണ്. നമ്മുടെ ക്ലാസിക് 125 പോലെ വെരി നോർമൽ കീസ് കൊടുക്കാതെ കുറച്ചുകൂടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൾസർ N250 കൊള്ളാം. കീസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. മീറ്റർ കൺസോള് അവിടെ നമുക്ക് സെയിം പൾസർ ക്ലാസിക് 125 കൊന്ന സെയിം മീറ്റർ കൺസോളാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി ആയിരുന്നു. നല്ല ഹാർഷായിട്ടുള്ള സൺലൈറ്റ് ആണെങ്കിൽ വിസിബിലിറ്റി അത്രമാത്രം ഗംഭീരമൊന്നും അല്ലായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും സെയിം സംഭവങ്ങളായാലും ഒന്നുകൂടി പറഞ്ഞുതരാം. മുകളിൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്തായാലും സൈഡ് സ്റ്റാൻഡ് അവിടെ കിടന്നോട്ടെ. പിന്നെ നമുക്ക് ഗിയർ പൊസിഷൻ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ ഓഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിൽ മോഡുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ റോഡ് മോഡിലാണ് കിടക്കുന്നത്. മോഡ് മാറ്റാൻ വേണ്ടി ഡബിൾ പ്രസ് ചെയ്താൽ മതി. 2 പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ റെയിനിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെയും ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഓഫ് റോഡ്. അങ്ങനെ 3 റൈഡിങ് മോഡാണ്. ലൈക്ക് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നമ്മുടെ ABSൻ്റെ ഇൻട്രൂഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഡ്സ് വരുന്നത്. ലൈക്ക് ഓഫ് റോഡ് ആകുമ്പോൾ കുറച്ച് ലൈക്ക് റിയർ സൈഡ് സ്വിച്ച് ഓഫ് ടേൺ ഓഫ് ചെയ്യാനും ലൈക്ക് റെയിൻ മോഡിൽ കുറച്ചുകൂടി നല്ലതായിട്ട് ABS വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ABS മോഡ്, റൈഡിങ് മോഡ് മോർ ലൈക്ക് ABS മോഡ് പോലെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ട്രിപ്പ് A വരുന്നുണ്ട്, ട്രിപ്പ് B വരുന്നുണ്ട്, ലൈക്ക് ഡിസ്റ്റൻസ് ടു MT അങ്ങനത്തെ പരിപാടികളും നമുക്ക് ഈ ഒരു ബൈക്കിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ പരിപാടികളും ഈ ഒരു ബൈക്കിൽ അവൈലബിൾ ആണ്.
എന്തായാലും സ്റ്റാൻഡ് ഇട്ടിട്ട് നമുക്കിതിൻ്റെ എൻജിൻ സൈഡ്, ഇതിൻ്റെ സ്മൂത്ത് പെർഫോമൻസ് ഡെലിവറിയൊക്കെ തരുന്ന നമുക്ക് ഈ ഒരു ബജാജിൻ്റെ എൻജിനെ പറ്റി പറയാം അല്ലേ. നമുക്കിപ്പോൾ ബജാജിൻ്റെ ഈ ഒരു പൾസർ N250 വരുന്നത് ഒരു 249.07 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിനാണ്. കാരണം അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയാൻ ലൈക്ക് എടുത്തടിച്ചോ പവറൊന്നും അല്ല, ലൈക്ക് സ്മൂത്ത് ആയിട്ടുള്ള പവർ ഡെലിവറിയാണ്. നല്ല കംഫർട്ടബിളായിട്ട് നല്ല റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പവർ ഡെലിവറിയാണ് നമ്മുടെ ഈ ഒരു ബജാജിൻ്റെ പൾസർ N250 വരുന്നത്. പെർഫോമൻസ് അല്ലേ അല്ലെങ്കിൽ പവർ ഫിഗേഴ്സ് അല്ലേ, ലൈക്ക് നമുക്ക് 24.5 PS പവറും 21.5 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു 249 cc എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ നമുക്ക് സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ ക്ലച്ച് സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ്. ആൻഡ് ഗിയർ ബോക്സ് ഗിയർ ഷിഫ്റ്റും എല്ലാം ഇതുവരെ പ്രോപ്പർ പ്രിസൈസും ആയിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് ബജാജിൻ്റെ ഈ ഒരു പൾസർ N250. നമുക്ക് പെർഫോമൻസ് മാത്രം പോരല്ലോ, ബ്രേക്കിംഗ് വേണമല്ലോ. അവിടെ നമുക്ക് ബജാജ് തരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒരു 300 mm ഡിസ്ക് റൂട്ടേഴ്സാണ് വരുന്നത്. നമ്മുടെ ഗ്രിമേക്കയുടെ 2 piston കാലിപ്പേഴ്സൊക്കെ വരുന്നുണ്ട്. ബ്രേക്കിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ഷാർപ്പല്ല, എന്നാലും ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്കിംഗ് ബൈറ്റ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ പുള്ളി ചെയ്താൽ ആ ഒരു പെർഫെക്റ്റ് ബ്രേക്കിംഗ് ബൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ABS മോഡ് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്കിംഗ് ബൈറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. സോ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് റിയർ സൈഡ് കാണാം അല്ലേ, ഒരു 230 mm ആണ്. അവിടെ നമുക്ക് ഗ്രിമേക്കയുടെ ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സാണ് വരുന്നത്. ബ്രേക്കിംഗ് സൈഡ് സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രണ്ട് സൈഡാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റിയർ സൈഡ് തൊടേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. കാരണം അത്രമാത്രം ഒരു പെർഫെക്റ്റ് ബ്രേക്കിംഗ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട്. സോ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാവും. കാരണം നമുക്ക് MRFൻ്റെ Zappa FX2 എന്ന് പറഞ്ഞ ടയേഴ്സാണ്. ഫ്രണ്ട് സൈഡിൽ ഒരു 110 സെക്ഷനും റിയർ സൈഡ് ഒരു 140. അത്യാവശ്യം ബിഗ് ടയേഴ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നത്. പിന്നെ ഇത് 2+ ആണ്. സോ പഞ്ചർ വന്നാലും പെട്ടെന്ന് തന്നെ ഓട്ടിച്ചുകൊണ്ടൊക്കെ പോകാനും പറ്റുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് ഒന്ന് കാണിച്ചു തരാം. അലോയ് വീൽസ് അത്യാവശ്യം നീറ്റ്ലി ഡിസൈൻഡാണ്. നമ്മുടെ സാധാ പൾസറിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ലൈക്ക് സ്റ്റാൻഡ് ഒക്കെ ആണല്ലോ, ഓക്കെ കാണാമല്ലോ. അത്യാവശ്യം നല്ല നീറ്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു അലോയ് വീൽ സെറ്റപ്പാണ്. 17 ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. പിന്നെ നമുക്ക് സസ്പെൻഷൻ ആ ഒരു ഗോൾഡൻ USD ഫോക്സ് വരുന്നുണ്ട്. 37 mm ആണ്. നമുക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഇവൻ ഒരു ബീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. കംഫർട്ടിൻ്റെ കാര്യത്തിലേക്ക് ഇടയിലാണ് ലൈക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള 37 mm USD ഫോക്സ്. ഫ്രണ്ട് സൈഡിലും ഒരു നൈട്രോക്സ് ലൈക്ക് നമ്മുടെ മോണോഷോക്ക് സസ്പെൻഷൻ പ്രീലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് റിയർ സൈഡും വരുന്നത്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പേടിക്കണമെന്ന് ചോദിച്ചാൽ 165 ഉണ്ട്. ഇതുവരെ അടി തട്ടുന്ന ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ലൈക്ക് ഇതേപോലത്തെ ഏരിയാസിലൂടെ കയറി പോകുന്ന ടൈമും അടിയൊന്നും തട്ടുന്ന ഇഷ്യൂസൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി എങ്ങാനും ലൈക്ക് ഓഫ് റോഡൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് അടിത്തട്ടാനുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷെ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് പറയാനായിട്ട് ലൈക്ക് ബിൽഡ് ക്വാളിറ്റി നമുക്ക് പഴയ ബൈക്സിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ലൈക്ക് ഈ ഒരു ചെറിയ പാനൽ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഈ ഒരു പാനൽ ഗ്യാപ്പ് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഏരിയാസിലേക്ക് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു ബജാജിൻ്റെ പൾസർ N250 കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് ഡ്രൈവ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ്റ്റ് കൂടി ഒന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ സിംഗിൾ സിലിണ്ടർ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റ് സൗണ്ടിങ് ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കിട്ടുന്ന ഒരു ഡ്യുവൽ ഔട്ടൊക്കെ വരുന്ന രീതിയിലുള്ള. നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. ഓണാണല്ലോ. സിംഗിൾ ടച്ച് ആണോ? അല്ല. കേൾക്കാനൊക്കെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഓടിക്കുന്ന ടൈം അത്യാവശ്യം നല്ല രസമാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാനായിട്ട്. സോ നമുക്ക് ഒരു ഷോർട്ട് ഡ്രൈവ് പോയാലോ നമ്മുടെ ബീസ്റ്റ് ആൻഡ് ബ്യൂട്ടി എടുത്തിട്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാസ് കാണാമല്ലോ. ചെറിയൊരു ടിൽറ്റഡ് ആയിട്ടുള്ള ആംഗിളിലാണ് വരുന്നത്. ലൈക്ക് ചെറിയൊരു ആംഗിളുണ്ട്. ലൈക്ക് ചെറിയൊരു സ്പോർട്ടി കൈൻഡ് ഓഫ് ക്യാരക്ടർ തരുന്ന പോലത്തെ രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാസ്. ലൈക്ക് ക്ലിപ്പ് ഓൺസിലൊക്കെ വരുന്ന പോലെ ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാസാണ് നമുക്ക് ഈ ഒരു ബജാജിൻ്റെ പൾസർ N250 വരുന്നത്. സോ നമുക്ക് എന്തായാലും റോട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിത് ആ മെയിൻ റോഡിലൂടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ബജാജ് പൾസർ N250
പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ പറ്റി പറയാം അല്ലേ. ഇപ്പോൾ അത്രമാത്രം ഓപ്പൺ റോഡല്ല, അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ മിറേഴ്സിനെ പറ്റി പറഞ്ഞ് തന്നെ തുടങ്ങാം അല്ലേ. മിറേഴ്സിൻ്റെ ഡിസൈൻ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഫങ്ഷണാലിറ്റി പ്രോപ്പറാണ്. ലൈക്ക് ബാക്കിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസൈൻ വൈസ് ഇത്രമാത്രം ഒരു ബ്രൂട്ടൽ ലുക്കിംഗ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ട് മിറേഴ്സ് മാത്രം ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തതുപോലെ ലൈക്ക് ഈ ഒരു ബജാജ് പൾസർ N250. പിന്നെ ബ്രേക്കിങ്ങിനെ പറയാനാണെങ്കിൽ യെസ്, ബ്രേക്കിംഗ് അത്യാവശ്യം ഗംഭീരമാണ്. ഇതിൻ്റെ ബ്രേക്കിംഗ് ബൈറ്റ് ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മളിപ്പോൾ ലൈക്ക് ഹാർഡായിട്ടാണ് പിടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫ് റോഡ് മോഡാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ബ്രേക്കിംഗ് ബൈറ്റ് കിട്ടുന്നുണ്ട്. ലൈക്ക് അത്യാവശ്യം ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്ന സ്ഥലത്ത് നമുക്ക് നിർത്താൻ സാധിക്കുന്നുണ്ട്. നല്ല ബ്രേക്കിംഗ് ബൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ടയേഴ്സ് അത്യാവശ്യം നൈസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ MRFൻ്റെ സാപ്പ് FX2 ടയേഴ്സും കിടിലമായിട്ട് നിൽക്കുന്നുണ്ട്. ലൈക്ക് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ബൈക്ക് ഹീറ്റ് ആവുന്നുണ്ട്. ഭയങ്കര അധികം ഹീറ്റല്ല, ചെറുതായിട്ടൊക്കെ ഹീറ്റ് ആവുന്നുണ്ട്. ലൈക്ക് ഡെഡ് ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന ടൈം ഹീറ്റ് ആവുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ ബോധർ ചെയ്യുന്നില്ല, കാരണം മുട്ടിന് താഴോട്ടാണ് കൂടുതൽ നമ്മുടെ ഹീറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ലൈക്ക് ബോധർ ആവുന്നില്ല. ഭയങ്കര ഹീറ്റിംഗ് ആയാലും എന്നുള്ളൊരു ലൈക്ക് അവയർനെസ് ഒന്നും വരുന്നില്ല. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓയിൽ കൂളിംഗ് വെച്ച് കൂൾ ഓഫ് ചെയ്ത് പോകുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു ലീനിയർ പാർഡിലറിയാണ്. ഒരു സ്പെസിഫിക് RPM ലൈക്ക് ഒരു 7500 RPM. ഇതിൻ്റെ ടോക്ക് ഫിഗേഴ്സൊക്കെ ഒന്ന് കിക്കിനായി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ആ ഒരു ക്യാരക്ടർ, ഒരു ബ്രൂട്ടൽ ക്യാരക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ക്യാരക്ടർ ഉണർന്നു വരുന്നത്. ഓക്കെ, സിഗ്നൽ വേണ്ടിയിട്ടുണ്ട്. പെർഫോമൻസിലോട്ട് പോവാം. കാണാമല്ലോ, അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട് 250cc എഞ്ചിൻ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. ലൈക്ക് ഒരു 7500 RPM, അതായത് ഇതിൻ്റെ ടോക്ക് ഫിഗേഴ്സൊക്കെ ഒന്ന് കിക്കായി വരുന്ന ടൈമാണ് ഇതിൻ്റെ പ്രോപ്പർ ബ്രൂട്ടൽ ക്യാരക്ടർ വരുന്നത്. അല്ലാതെ ലൈക്ക് ഒരു 4000-5000 RPMിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് കംഫർട്ടബിളായിട്ട് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ട്രാക്റ്റബിലിറ്റി ഇപ്പോൾ കാണാമല്ലോ, 5th ഗിയറിലാണ് പോകുന്നത്. 5th ഗിയറിൽ ലൈക്ക് 40 km/h ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി താത്ത് പോയാൽ ലൈക്ക് ഒരു 35 വരെയൊക്കെ പോകുമ്പോൾ പോലും നോക്കിംഗ് ഒന്നും അധികം ഇല്ലാതെ ഈസി ആയിട്ട് എൻജിൻ തന്നെ ഹാൻഡിൽ ചെയ്യും. കാരണം അതിന് മാത്രം ലോ ആൻഡ് ടോർക്കും ഒരു മിഡ് ആൻഡ് ടോർക്കുമാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ടോപ്പ് സ്പീഡിന് വേണ്ടിയിട്ടുള്ളതല്ല, പകരം നിങ്ങൾക്ക് ലൈക്ക് സിറ്റീസിലാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിരിക്കും. കാരണം അത്യാവശ്യം നല്ല മിഡ് ആൻഡ് ഒക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു മിഡ് RPM കൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ബൈക്ക് പിക്ക് ചെയ്ത് പോകുന്നുണ്ട്, അതിപ്പോൾ ഏത് ഗിയറിലായാൽ പോലും. പിന്നെ നമുക്ക് പറയാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷൻസ് ആയിട്ട് പറയുമ്പോൾ വൈബ്രേഷൻസ് ഉണ്ട്. അതും ലൈക്ക് പീക്ക് RPMിലോട്ടൊക്കെ എത്തുമ്പോഴാണ് ലൈക്ക് ഒരു 8000 RPM എത്തുമ്പോൾ വൈബ്രേഷൻസ് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതില്ലെന്നൊന്നും പറയത്തില്ല. സിംഗിൾ സിലിണ്ടറിലെ മെഷീൻസിൽ വരുന്ന പോലെ തന്നെ വൈബ്രേഷൻസ് ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് ഹാൻഡിൽ പാസിൽ, ലിവേഴ്സിൽ, ലൈക്ക് ഫുഡ് പെക്സിലൊക്കെ വൈബ്രേഷൻസ് കയറി വരുന്നുണ്ട്. ലൈക്ക് ആ ബ്രൂട്ടൽ ക്യാരക്ടറിന് ഉണർന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ വൈബ്രേഷൻസും ഈ ഒരു ബൈക്ക് തന്നെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. അതൊക്കെ എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട് ഈ ഒരു ബൈക്കിൽ. 250cc ആയിട്ട് ട്രാക്ഷൻ കൺട്രോൾ, അത് മഴക്കാലത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉപകാരപ്പെടും. ടയറൊന്നും സ്ലിപ്പായി പോവാതെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിർത്തുന്നുണ്ട്. പിന്നെ റൈഡിങ്, പിന്നെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും പറയാനാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ലൈക്ക് ട്രാഫിക് ഫിൽറ്ററിങ് ആയാൽ പോലും എളുപ്പത്തിൽ തന്നെ പോകാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും തന്നെ വരുന്നില്ല. പിന്നെ സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ കോർണറിങ് അത്രമാത്രം കോൺഫിഡൻസ് ഇല്ല കേട്ടോ. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ആ ഒരു സസ്പെൻഷൻ്റെ ഡൈവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർണറിങ് കോൺഫിഡൻസ് ഇതിൽ കുറച്ച് കുറവാണ്. ടയേഴ്സ് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്, പക്ഷേ സസ്പെൻഷൻസ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് കുറവാണ് കോർണേഴ്സിലോട്ട് എടുക്കുന്ന ടൈം. അതിപ്പോൾ റിയർ ആയാലും ഫ്രണ്ട് ആയാലും ഡൈവ് കൂടുതലായതുകൊണ്ട് സോഫ്റ്റ്വെയർ ആയിട്ട് ആ ഒരു ക്യാരക്ടർ കോർണറിങ് അത്രമാത്രം ഒരു ഗംഭീരമായിട്ടുള്ളതല്ല. പക്ഷേ ടൂറിങ് സൈഡാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സോളോ ടൂറിങ് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം പില്ലിയൻ അത്രമാത്രം ഒരു പ്രോപ്പർ കംഫർട്ട് കിട്ടുന്നില്ല. കാരണം പില്ലിൻ്റെ പാഡിങ് ഞാൻ പറഞ്ഞതല്ല, കുറച്ചൊന്ന് ഹാർഡറായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മേ ബി ഒരു പ്രോപ്പർ പാഡിങ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇതിനെ പോകാൻ പറ്റും വിത്ത് ദ പില്ലിയൻ ഒരു ടൂറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ പെർഫോമൻസ് 50cc ആണെന്നുള്ള കാര്യം മറക്കുകയെന്ന് വേണ്ട ഇപ്പോഴും. ലൈക്ക് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഇതിനൊരു മിഡ് RPM ഇടിച്ച് പോകാനാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ പെർഫോമൻസിനൊന്നും ഒരു കുറവുമില്ല. ലൈക്ക് കൈ കൊടുക്കുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാനും ഈ ഒരു ബൈക്കിന് അറിയാം.
പിന്നെ ഈ ബൈക്കിൻ്റെ വിലയും കാര്യങ്ങളും നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ബജാജ് വഴുതക്കാട് ട്രിവാൻഡ്രത്ത് വരുന്നത് 1,38,000 രൂപയുടെ ഒരു എക്സ്ഷോറൂം പ്രൈസിങ്ങിനാണ്. ഞാൻ അവിടെ നിന്നാണ് നമ്മുടെ ബൈക്ക് റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്കും ഈ ഒരു ബൈക്കോ ഏതെങ്കിലും ബജാജിൻ്റെ ബൈക്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. അവർ നിങ്ങളുടെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും EMI ഡീറ്റെയിൽസോ ബൈക്കിൻ്റെ പ്രൈസിങ്ങോ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതായി കോൺടാക്ട് നമ്പേഴ്സിൽ വിളിച്ച് കഴിഞ്ഞാൽ മതി. പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു 250cc ആണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എഞ്ചിൻ തരുന്നുണ്ട്. ബ്രേക്കിംഗ് നമുക്ക് 3 ടൈപ്പ് ഓഫ് ABS മോഡ്സ് ഒക്കെ തരുന്നുണ്ട്. ഓഫ് റോഡ്, റെയിന്, റോഡ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെന്ന് വെച്ചാൽ ഓടിച്ച് പോകുന്നേ ഉള്ളൂ. പിന്നെ ഒരു ബിഗിനറിന് സെറ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ബിഗിനറിന് സെറ്റ് ആവും ഈ ഒരു ബൈക്ക്. ഒരു 250cc ആണ്, എടുത്തടിച്ചോ പവറൊന്നുമില്ല. ആൻഡ് ഈ ഒരു ബൈക്കിന് കൂടെ ആകുമ്പോൾ കോൾ വരുന്നല്ലേ. പിന്നെ ഈ ഒരു ബൈക്ക് ഒരു ബിഗിനറിന് സെറ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സെറ്റ് ആവും. കാരണം അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഒരു ബിഗിനറിന് സെറ്റ് ആവുന്ന രീതിയിലാണ് ബജാജ് ഈ ഒരു ബൈക്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ബ്രേക്കിങ്ങും പരിപാടികളും ഫീച്ചേഴ്സും എല്ലാം തന്നെ ഈ ഒരു ബൈക്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തൊരു ഫീച്ചർ, അതായത് ഞാൻ ബജാജിൻ്റെ പൾസർ NS 400 ഓടിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ബജാജിൻ്റെ വേറെ ഒരു ബൈക്സ് ഓടിക്കുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ആ ഒരു സ്പോർട്ട് ഷിഫ്റ്റ് സംഭവം തന്നെയാണ്. അത് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ബജാജ് കലക്കിയേനെ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തരുന്നുണ്ട്. ലൈക്ക് യൂത്തിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള USD ഫോക്സും കിട്ടിലൻ ബ്രൂട്ടൽ ഡിസൈനും എല്ലാം തരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പോർട്ട് ഷിഫ്റ്റ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അന്യായ സെയിൽസ് ആയനെ. ഓൾറെഡി ഇപ്പോൾ ഒട്ടുക്കത്തെ വാല്യൂ ഫോർ മണിയാണ്. അതിൻ്റെ കൂടെ ഇതേപോലത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്ട് ഷിഫ്റ്റ് പോലത്തെ ഫീച്ചർ ഇവിടെ തന്നിരുന്നെങ്കിൽ അന്യായ ബൈക്ക് ആയനെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നെ. ആൻഡ് ഫൈനലി ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി സൈഡ് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഫ്യൂൽ ടാങ്ക് പറയാം. ഇതിലൊരു 14 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്ക് ആണ് വരുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റ്. ആൻഡ് ഫ്യൂൽ എഫിഷ്യൻസി സൈഡ് നോക്കുമ്പോൾ നമുക്ക് 40 km/ലിറ്റർ വരെ നമുക്ക് ഈ ഒരു ബജാജിൻ്റെ പൾസർ N250 കിട്ടുന്നുണ്ട്. 40 km/ലിറ്റർ ഫോർ എ 250cc. എന്തുകൊണ്ട് ഡീസൻറ്റ് മൈലേജ് അതൊക്കെ അല്ലേ. പിന്നെ നമുക്ക് ടാങ്ക് റേഞ്ച് പറയുവാണെങ്കിൽ ലൈക്ക് ക്ലോസ് ടു ലൈക്ക് ഒരു 560 ആണ്. നമുക്ക് 40 വെച്ച് നോക്കിയാൽ ഒന്നാലും ലൈക്ക് ഒരു അവിടെ പോയി യൂട്ടേൺ എടുക്കുക ലൈക്ക് ഒരു 560-550 റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിങ്ങിനും അത്യാവശ്യം നല്ലൊരു ടാങ്ക് റേഞ്ച് നമുക്ക് ഈ ഒരു ബൈക്ക് തരുന്നുണ്ട് കേട്ടോ. സോ അതൊരു ബെസ്റ്റ് ബൈക്ക് തന്നെയല്ലേ ഈ ഒരു പ്രൈസ് പോയിന്റിൽ, നിങ്ങൾ എന്നെ പറയൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ അണ്ടർ റേറ്റഡ് 250 ആയിട്ടുള്ള ബജാജ് പൾസർ N250യുടെ റിവ്യൂ ആയിട്ടൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.